എൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് കുറച്ച് ബീഫ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു റോസ്റ്റ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി. നല്ല ചൂട് പൊറാട്ടൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റോസ്റ്റാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് അടുത്തതായിട്ട് വലിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് സവാള ഞാനിവിടെ 2 സവാള കട്ട് ചെയ്തതാട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത വീഡിയോ ഞാനിതിൽ കിട്ടിയിട്ടില്ല. ഇനി ഈ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ബീഫാണ് കേട്ടോ. ബീഫ് നാട്ടിൽ നിന്ന് ഓൾറെഡി കുക്കാക്കിയിട്ടുള്ള ബീഫാണ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഓവറൊന്നും ചെയ്യാനില്ല, നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഐസ് ഫുള്ളായിട്ട് പോയിട്ടില്ല, ഞാൻ പുറത്തെടുക്കാൻ കുറച്ച് വൈകിപ്പോയി. ബീഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫിൽ ആ തണുപ്പൊക്കെ പോയിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇനി കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലോട്ട് ഞാൻ കുറച്ച് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഇത് കൊടുത്തു വിടുമ്പോൾ ഓൾറെഡി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വേറെ ഒന്നും ചേർക്കാതിരുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്.